എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ നാരായണൻ ശ്രീരാമാവതാരം സ്വീകരിച്ചത് ഭൂമിയുടെ ഭാരം തീർക്കാനും രാക്ഷസന്മാരെ വധിക്കാനും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാനുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഭഗവാൻ അയോധ്യയിലെ രാജകുമാരനായിട്ട് താമസിക്കുന്ന സമയമാണ്. അങ്ങനെ സദാസമയവും അയോധ്യയിലെ രാജകാര്യങ്ങളും അയോധ്യയിലെ മഹാരാജാവിൻ്റെ സ്ഥാനവും അയോധ്യയിലുള്ള ഭഗവാന്റെ സാന്നിധ്യവും ഒരിക്കലും ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് ഭഗവാനെ എത്തിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ പല സമയത്തതായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഭഗവാന്റെ അഭിഷേക വിഘ്നം സംഭവിക്കുന്നതും ഭഗവാന്റെ വനയാത്രയും. ഇന്നേ ദിവസം ആ രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുകയും തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന സമയത്ത് സാക്ഷാൽ ജനകന്റെ മകളായിട്ടുള്ള സീതയെ ഭഗവാൻ വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സസന്തോഷം അവർ അയോധ്യയിൽ താമസിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവിന് തോന്നി ഭഗവാന്റെ രാജ്യാഭിഷേകം ഇനിയും വെച്ച് താമസിക്കേണ്ടതായിട്ടില്ല. രാമൻ എല്ലാം കൊണ്ടും ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ എല്ലാ ഗുണങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. തനിക്കാണെങ്കിൽ പ്രായം കൂടി വരികയാണ്. കുറേ ചുമതലകളൊക്കെ രാമനെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടുള്ള സുമന്ത്രരോട് ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ രാജ്യാഭിഷേകം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. ഒരു പൂയം നക്ഷത്രമാണ് അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സുമന്ത്രര് രാജ്യം മുഴുവൻ അറിയിച്ചു, ഇതാ രാമൻ നമ്മുടെ രാജാവായിട്ട് വരാൻ പോവുകയാണ്. അയോധ്യയിലെ ജനങ്ങൾക്ക് ഇതിലും സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർ തെരുവുകളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി, ഒരുപാട് പേര് ദാനങ്ങൾ ചെയ്യാൻ തുടങ്ങി. പല സ്ഥലത്തും സംഗീതവും പാട്ടൊക്കെ ആയിട്ട് ഈ വാർത്ത അവർ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് ആ തെരുവുകളിലൂടെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവർ സഞ്ചരിക്കുന്നത് രാമായണത്തിൽ നമുക്ക് കാണാം. അവർക്ക് ചെറിയൊരു വൈരൂപ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവരന്താളിച്ചുകൊണ്ട് നോക്കുന്നു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഇത്ര കണ്ട ഒരുക്കം. വഴിപോക്കരിൽ ഒരാൾ അവരോട് പറയുന്നുണ്ട്, ഇതാ അറിഞ്ഞില്ലേ, രാമൻ നമ്മളുടെ രാജാവായി അടുത്ത ദിവസം തന്നെ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് കേട്ടതോടുകൂടി ആ വൃദ്ധയുടെ മുഖം മാറാൻ തുടങ്ങി. ആ കഥാപാത്രത്തെ രാമായണത്തിൽ നമുക്കൊരിക്കലും തിരസ്കരിക്കാൻ സാധിക്കില്ല. മന്ധര എന്ന് വിളിക്കപ്പെടുന്ന കൈകേയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയായിരുന്നു അവർ. ആ വാർത്ത അറിഞ്ഞ ഉടനെ അവർ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടുന്നു. അവിടെ ചെന്ന് കൈകേയിയോട് അവർ സംസാരിക്കുന്ന ഒരു രീതി രാമായണത്തിൽ വാൽമീകി മഹർഷി കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. രാമൻ രാജാവാകാൻ പോകുന്നത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു മന്ധര കൈകേയിയോട്. അതറിയുന്ന സമയത്ത് കൈകേയി അമ്മയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം, അവരുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല എടുത്തിട്ട് മന്ധരയ്ക്ക് കൊടുത്തു എന്നാണ്. ഈ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചതിന് ഈ സമ്മാനം ഇരിക്കട്ടെ എന്ന്. കാരണം കൈകേയിക്ക് എപ്പോഴും ഭരതനേക്കാൾ കൂടുതൽ സ്നേഹം രാമനോടായിരുന്നു. പലപ്പോഴും കൈകേയി അമ്മ പറയാറുണ്ട്, കൗസല്യേക്കാൾ രാമനും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ ഈ സമ്മാനം കിട്ടിയ സമയത്ത് മന്ധരയ്ക്ക് നീ ഒരു വിഡ്ഢിയാണ് എന്ന് പറയാനാണ് തോന്നിയത്. കൈകേയിയുടെ മുഖത്ത് നോക്കിയിട്ട്, നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഈ രാമൻ രാജാവായതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം? നിന്റെ മകനായിട്ടുള്ള ഭരതൻ ഇനി ഈ കൊട്ടാരത്തിൽ ഒരു വേലക്കാരനെ പോലെ കഴിയേണ്ടി വരും. നിന്റെ സ്ഥാനം പട്ടമഹിഷി ആയിരിക്കില്ല, നീ ഇനി കൗസല്യയുടെ തോഴിയായിട്ട് ഇവിടെ ഇനിയുള്ള കാലം ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ ക്രിയാത്മകമായിട്ട് ഇടപെട്ടാൽ നിനക്ക് ഭരതനെ രാജാവാക്കാം എന്നാണ് മന്ധര ഉപദേശിക്കുന്നത്. ആ സമയത്താണ് അന്തഃപുരത്തിൽ ദശരഥ മഹാരാജാവ് കൈകേയിയെ കാണാൻ വരുന്നത്. അത്യധികം കോപത്തോടുകൂടി കൈകേയി ദശരഥനെ വരവേൽക്കുന്നു. ഈ രാജ്യാഭിഷേകം തടയണം എന്നാവശ്യപ്പെടുന്നു. ദശരഥന് വലിയ വിഷമാണ് ഉണ്ടാവുന്നത്. നോക്കൂ, അത്രയധികം സ്നേഹമായിരുന്നു ദശരഥ മഹാരാജാവിന് ഭഗവാനോട്. പക്ഷേ മന്ധര എന്ന് പറയുന്ന കുബുദ്ധിയുടെ വാക്ക് കേട്ട് കൈകേയി തനിക്ക് കിട്ടിയിട്ടുള്ള ആ വരങ്ങൾ അവിടെ ചോദിക്കുകയാണ്. 2 വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്. 1, ഭരതനെ രാജാവാക്കണം. 2, രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. ഇത് രണ്ടും എനിക്ക് സാധിപ്പിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് വാക്ക് പാലിക്കാത്തവനാണ് എന്ന് നാളെ ചരിത്രം പറയും എന്ന് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി കൈകേയി പറഞ്ഞു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം സ്വപ്നം കണ്ടു നടക്കുന്ന അച്ഛൻ ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. പതിയെ അദ്ദേഹം സ്വബോധം വീണ്ടെടുക്കുന്നു. തൻ്റെ ഭാര്യ പറഞ്ഞ ആ കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നു. വളരെ വിഷമത്തോടുകൂടി രാമനെ വിളിച്ച് അദ്ദേഹം അറിയിക്കുന്നു, ഇതാണ് അവസ്ഥ, എന്താണ് ചെയ്യേണ്ടത്. നോക്കൂ, ഭഗവാൻ അത്രയധികം ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്ക് അതാണ് എനിക്ക് വലുത്. എനിക്ക് രാജ്യവും വേണ്ട,
പട്ടാഭിഷേകവും വേണ്ട, എല്ലാ കാലത്തും എൻ്റെ അച്ഛൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാൻ കാരണം അത് ലംഘിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സീതയോടൊപ്പം അനുജനായിട്ടുള്ള ലക്ഷ്മണനോടൊപ്പം ആ വനവാസ കാലഘട്ടത്തിലേക്ക് പോകുന്നതായിട്ടാണ് പിന്നീടുള്ള രംഗങ്ങൾ കാണിക്കുന്നത്. ലക്ഷ്മണൻ ഭഗവാനെ അനുഗമിക്കുന്നതിന് പുറകിലൊക്കെ വലിയ വലിയ തത്വങ്ങളുണ്ട്. സുമിത്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന വാക്കുകൾ, ലക്ഷ്മണൻ ഭഗവാന്റെ കൂടെ പോകുന്ന രംഗം, ഇതൊക്കെ രാമായണത്തിലെ ഏറ്റവും അധികം കരളലിയിപ്പിക്കുന്ന രംഗങ്ങളായിട്ടാണ് പൊതുവിൽ കാണാറുള്ളത്.